ഇനി പഠിക്കാനുള്ളത് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ. ഇതിന് തന്നെ ബാക്കിയായിട്ട് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ ബാക്കിയായിട്ട് കോംപ്ലക്സ് ഹൈപ്പർബോളിക് ഫംഗ്ഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. പി ആണ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ്. അപ്പം കോംപ്ലക്സ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഡെഫിനിഷനാണ് ആദ്യം വരുന്നത്. The complex hyperbolic cosine and sine are defined by the formulas cos hz is equal to 1/2 e raised to z plus e raised to minus z. e raised to z plus e raised to minus z by 2. മറ്റടുത്ത് നമ്മൾ കോസ് ഇസഡിൻ്റെ കേസിൽ ഐയും കൂടി ഉണ്ടായിരുന്നു അല്ലേ. കോസ് ഇസഡ് ആയിരുന്നെങ്കിൽ ഇ റേസ് ടു ഐ ഇസഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഇസഡ് ബൈ 2 ആയിരുന്നു. ആൻഡ് സൈൻ എച്ച് ഇസഡ് ഇസ് ഈക്വൽ ടു 1/2 ഇ റേസ് ടു ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഇസഡ്. അപ്പോൾ ഈ ഫോർമുല കാണാതെ ഓർത്തിരിക്കേണ്ടതാണ്. നമ്മുടെ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ റിയൽ വാല്യൂ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ഇവിടെ എക്സിന് പകരം ഇസഡ് വരുമെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. കോസ് എച്ച് ഇസഡ് ഇസ് ഈക്വൽ ടു 1/2 ഇ റേസ് ടു ഇസഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഇസഡ്. സൈൻ എച്ച് ഇസഡ് ഇസ് ഈക്വൽ ടു 1/2 ഇ റേസ് ടു ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഇസഡ്. കോസ് ഇസഡ് ആകുമ്പോൾ ഇവിടെ ഐ വരും, ഇവിടെ ഐ വരും. സൈൻ ആകുമ്പം ഡിനോമിനേറ്ററിലും ഐ വരും, ഈ ഇസഡിൻ്റെ കൂടെയും ഐ വരുമായിരുന്നു. അപ്പം കോസ് എച്ച് എസഡും സൈൻ എച്ച് എസഡും ഡിഫൈൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ the other hyperbolic functions are defined by tan hz is equal to sin hz by cos hz. Cot hz is equal to cos hz by sin hz. Sec hz is equal to 1/cos hz. Cosec hz is equal to 1/sin hz. അപ്പം ടാൻ എച്ച് ഇസഡ് എന്ന് പറയുന്നത് സൈൻ എച്ച് ഇസഡ് ബൈ കോസ് എച്ച് ഇസഡ് ആണ്. കോട്ട് എച്ച് ഇസഡ് എന്ന് പറയുന്നത് കോസ് എച്ച് ഇസഡ് ബൈ സൈൻ എച്ച് ഇസഡ് ആണ്. സീക്ക് എച്ച് ഇസഡ് എന്ന് പറയുന്നത് 1/കോസ് ആണ്. കൊസീക്ക് എന്ന് പറയുമ്പോൾ 1/sin h ആണ്. അപ്പോൾ നമ്മൾ ട്രിഗ്നോമെട്രി ഹൈപ്പർബോളിക് ഫംഗ്ഷൻ നമ്മൾ റിയൽ ഹൈപ്പർബോളിക് ഫംഗ്ഷനിലെ അതേ ഫോർമുല തന്നെയാണ് നമ്മൾ എക്സ് എന്നുള്ള റിയൽ നമ്പറിന് പകരം ഇസഡ് എന്നുള്ള കോംപ്ലക്സ് നമ്പറിന് ഡിഫൈൻ ചെയ്യും. അപ്പോൾ ഈ ഫോർമുലാസ് കാണാതെ പഠിക്കണം. ഇതിൻ്റെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഓൾറെഡി പണ്ട് ട്രിഗ്നോമെട്രി ഹൈപ്പർബോളിക് ഫംഗ്ഷനിൽ പഠിച്ച അതേ കാര്യങ്ങൾ നമ്മൾ കോംപ്ലക്സിലോട്ട് കൺവേർട്ട് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കാം. ഇ റേസ് ടു ഇസഡ് ഒരു എൻറ്റയർ ഫംഗ്ഷനാണ്, എല്ലായിടത്തും അനലിറ്റിക് ആണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യം. അതുകൊണ്ട് കോസ് എച്ച് ഇസഡും സൈൻ എച്ച് ഇസഡും എല്ലായിടത്തും അനലിറ്റിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. അപ്പം കോസ് എച്ച് ഇസഡും സൈൻ എച്ച് ഇസഡും എല്ലായിടത്തും എൻറ്റയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കോസ് എച്ച് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് സൈൻ എച്ച് ഇസഡ് ആൻഡ് സൈൻ എച്ച് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോസ് എച്ച് ഇസഡ്. ഇവിടെ നെഗറ്റീവ് ഇല്ല. അതിൻ്റെ പ്രൂഫ് നമുക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടുന്നൊരു പ്രൂഫാണ്. കോസ് എച്ച് ഇസഡ് എന്ന് പറയുന്നത് ഇ റേസ് ടു ഇസഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഇസഡ് ബൈ 2 ആണ്. അപ്പം കോസ് എച്ച് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പം ഇ റേസ് ടു ഇസഡിൻ്റെ ഇ റേസ് ടു ഇസഡ്, ഇ റേസ് ടു മൈനസ് ഇസഡിൻ്റെ മൈനസ് ഇ റേസ് ടു മൈനസ് ഇസഡ് ഡിവൈഡഡ് ബൈ 2. അതെന്ന് പറയുന്നത് എന്താണ്? സൈൻ എച്ച് ഇസഡ് വരും. അതുപോലെ തന്നെ സൈൻ എച്ച് ഇസഡ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഇസഡ് ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പം നമ്മളതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുവാണെങ്കിൽ സൈൻ എച്ച് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇ റേസ് ടു ഇസഡ് മൈനസ്
ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, പിന്നെ ഇ റേസ് ടു മൈനസസിൻ്റെ മൈനസും കൂടെ വരുമ്പം മൈനസ് ഓഫ് മൈനസ് വരും. കാരണം ഇ റേസ് ടു മൈനസസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ഇ റേസ് ടു മൈനസസ് ഇടാം. അപ്പോൾ എന്ത് കിട്ടും? ഇ റേസ് ടു ഇസഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഇസഡ് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ അത് കോസ് എച്ച് ഇസഡ് ആണ്. അപ്പം കോസ് എച്ച് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് സൈൻ എച്ച് ഇസഡും സൈൻ എച്ച് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് കോസ് എച്ച് ഇസഡുമാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ്സ് എല്ലാ പോയിന്റുകളിലും എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അത് ഒരു എൻറ്റയർ ഫങ്ഷൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ കോസ് എച്ച് ഇസഡ് ആൻഡ് സൈൻ എച്ച് ഇസഡ് ആർ എൻറ്റയർ ഫങ്ഷൻസ്. എൻറ്റയർ ഫങ്ഷൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് കോസ് എച്ച് ഇസഡും കോസ് ഇസഡും തമ്മിലുള്ള റിലേഷൻ, അല്ലെങ്കിൽ സൈൻ എച്ച് ഇസഡും സൈൻ ഇസഡും തമ്മിൽ ഹൈപ്പർബോളിക് ഫംഗ്ഷനുകളും ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനുകളും തമ്മിലുള്ള റിലേഷനുകളാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അതിൻ്റെ ഫോർമുല കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടതാണ്. കോംപ്ലക്സ് ട്രിഗ്നോമെട്രിക് and hyperbolic functions are related by formula നമുക്ക് എഴുതാം. cos h I z is equal to cos z sin h I z is equal to I sin z. ഇതാണ് ഫസ്റ്റ് റിലേഷൻ. കോസ് എച്ച് ഓഫ് ഐ ഇസഡും സൈൻ എച്ച് ഓഫ് ഐ ഇസഡും തമ്മിൽ, കോസ് എച്ച് ഓഫ് ഐ ഇസഡും കോസ് ഇസഡും തമ്മിലുള്ള റിലേഷൻ, സൈൻ എച്ച് ഓഫ് ഐ ഇസഡും സൈൻ ഇസഡും തമ്മിലുള്ള റിലേഷൻ. എഗെയിൻ കോസ് ഐ ഇസഡ് ഇസ് ഈക്വൽ ടു കോസ് എച്ച് ഇസഡ് ആൻഡ് സൈൻ ഐ ഇസഡ് ഇസ് ഈക്വൽ ടു I sin h z. സൈൻ കോസ് ഐ ഇസഡും സൈൻ ഐ ഇസഡും ഇതിൻ്റെയും റിലേഷനുകളാണ്. അപ്പോൾ കോസ് എച്ച് ഓഫ് ഐ ഇസഡ് എന്ന് പറയുന്നത് കോസ് ഇസഡ് ആണ്. സൈൻ എച്ച് ഓഫ് ഐ ഇസഡ് എന്ന് പറയുന്നത് ഐ സൈൻ ഇസഡ് ആണ്. ഇതേപോലെ തന്നെ സൈൻ ഐ ഇസഡ് എന്ന് പറയുന്നത് ഐ സൈൻ എച്ച് ഇസഡ് ആണ്. കോസ് ഐ ഇസഡ് എന്ന് പറയുന്നത് കോസ് എച്ച് ഇസഡ് തന്നെയാണ്. അപ്പം കോസിൻ്റെ കേസിൽ രണ്ടും ഈക്വലാണ്. സൈൻ്റെ കേസിൽ ഒരു ഐയും കൂടെ വരും. കോസ് എച്ച് ഐ ഇസഡ് എന്ന് പറയുന്നതും കോസ് ഇസഡ് എന്ന് പറയുന്നതും സെയിം ആണ്. കോസ് ഐ ഇസഡ് എന്ന് പറയുന്നതും കോസ് എച്ച് ഇസഡ് എന്ന് പറയുന്നതും സെയിം ആണ്. സൈൻ എച്ച് ഐ ഇസഡ് എന്ന് പറയുന്നതും ഐ സൈൻ ഇസഡ് എന്ന് പറയുന്നത് സെയിം ആണ്. സൈൻ ഐ ഇസഡ് എന്ന് പറയുന്നതും ഐ സൈൻ എച്ച് ഇസഡ് എന്ന് പറയുന്നതും സെയിം ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒന്ന് പ്രൂവ് ചെയ്യാം. കോസ് എച്ച് ഓഫ് ഐ ഇസഡ് ഡെഫിനിഷൻ അനുസരിച്ച് എന്താ? 1/2 ഇ റേസ് ടു കോസ് എച്ച് ഓഫ് ഇസഡ് ആണെങ്കിൽ ഇ റേസ് ടു ഇസഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഇസഡ് ബൈ 2. അപ്പോൾ കോസ് എച്ച് ഓഫ് ഐ ഇസഡ് ആകുമ്പം ഇ റേസ് ടു ഐ ഇസഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് എന്ന് വരും. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇത് നമ്മുടെ കോസ് ഇസഡ് ആണ്. ഇനി സൈൻ എച്ച് ഓഫ് ഐ ഇസഡ് എന്ന് പറയുന്നത് 1/2 ഇ റേസ് ടു ഐ ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് വരും. നമുക്കറിയാം ഇ റേസ് ടു ഐ ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ഡിവൈഡ് ബൈ 2i ആയിരുന്നുവെങ്കിൽ അത് നമുക്ക് സൈൻ ഇസഡ് എന്ന് പറയാം. അപ്പം നമ്മളതിനെ ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ i/2i ഇൻറ്റു ഇ റേസ് ടു ഐ ഇസഡ് മൈനസ് ഇ റേസ് ടു നമുക്ക് സൈൻ ഇസഡ് കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ 2i വേണം. സൈൻ ഇസഡ് ആവണമെന്നുണ്ടെങ്കിൽ ബൈ 2i വേണം. അതിന് വേണ്ടി നമ്മൾ ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ അത് ഐ ഇൻറ്റു ഇ റേസ് ടു ഐ ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ബൈ 2i എന്ന് വരും. ഇനി ഇതെന്ന് പറയുന്നത് എന്താ? സൈൻ ഇസഡ്. സോ അത് ഐ സൈൻ ഇസഡ് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കോസ് എച്ച് ഓഫ് ഐ ഇസഡ് എന്ന് പറയുന്നത് കോസ് ഇസഡ് എന്നും സൈൻ എച്ച് ഓഫ് ഐ ഇസഡ് എന്ന് പറയുന്നത് ഐ സൈൻ ഇസഡ് എന്നും കിട്ടി. ഇനി കോസ് ഐ ഇസഡാണ്. കോസ് ഐ ഇസഡ്, കോസ് ഇസഡിൻ്റെ ഫോർമുല നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇ റേസ് ടു ഐ ഇസഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ബൈ 2. അപ്പം ഇ റേസ് ടു ഐ ഇൻറ്റു ഐ ഇസഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഇൻറ്റു ഐ ഇസഡ് ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. കാരണം കോസ് ഇസഡിൻ്റെ ഫോർമുല നമ്മൾ നേരത്തെ പഠിച്ചതാണ്. കോസ് ഇസഡ് എന്ന് പറയുന്നത് ഇ റേസ് ടു ഐ ഇസഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ബൈ 2. ഇസഡിന് പകരം ഐ ആയതുകൊണ്ട് ഐ ഇൻറ്റു ഐ ഇസഡും ഇവിടെ മൈനസ് ഐ ഇൻറ്റു ഐ ഇസഡും വരും. അപ്പോൾ ഐ സ്ക്വയർ ഇസഡ് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു
ഇ റേസ് ടു ഐ സ്ക്വയർ ഇസഡ് മൈനസ് ഇ റേസ് പ്ലസ് അല്ലേ, ഇടയ്ക്ക് പ്ലസ് ആണ്, പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ സ്ക്വയർ ഇസഡ് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇത് ഇ റേസ് ടു മൈനസ് ഇസഡ്, ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1, മൈനസ് ഐ സ്ക്വയർ എന്ന് പറയുന്നത് +1, പ്ലസ് ഇ റേസ് ടു ഇസഡ് ഡിവൈഡഡ് ബൈ 2. ഇ റേസ് ടു ഇസഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഇസഡ് ബൈ 2 എന്ന് പറയുന്നത് നമ്മുടെ കോസ് എച്ച് ഇസഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോസ് ഐ ഇസഡ് ഇസ് ഈക്വൽ ടു കോസ് എച്ച് ഇസഡ് എന്ന് കിട്ടി. ഇനി സൈൻ ഐ ഇസഡ്, ഇത് പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. സൈൻ ഐ ഇസഡ് നമുക്കറിയാം, സൈൻ ഇസഡിൻ്റെ ഫോർമുല നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഇ റേസ് ടു ഐ ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ഡിവൈഡഡ് ബൈ 2i എന്നുള്ളതായിരുന്നു ഫോർമുല അല്ലേ. സൈൻ ഇസഡിൻ്റെ ഫോർമുല ഇ റേസ് ടു ഐ ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ഡിവൈഡഡ് ബൈ 2i ആണ്. അപ്പോൾ സൈൻ ഓഫ് ഐ ഇസഡ് നമ്മൾ ചെയ്യുവാണെങ്കിൽ സൈൻ ഐ ഇസഡ് എന്ന് പറയുമ്പം ഇ റേസ് ടു ഐ ഇൻറ്റു ഇസഡ് ആണെങ്കിൽ ഇസഡാണ്, ഐ ഇൻറ്റു ഇസഡ്. അപ്പോൾ ഇത് ഐ ഇൻറ്റു ഐ ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഇൻറ്റു ഐ ഇസഡ് ഡിവൈഡഡ് ബൈ 2i എന്ന് വരും. അപ്പോൾ അത് ഇ റേസ് ടു മൈനസ് ഇ റേസ് ടു ഐ സ്ക്വയർ ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ സ്ക്വയർ ഇസഡ് ഡിവൈഡഡ് ബൈ 2i. അപ്പോൾ അത് ഇ റേസ് ടു മൈനസ് ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ സ്ക്വയർ എന്ന് പറയുമ്പോൾ +1 ഡിവൈഡഡ് ബൈ 2i എന്ന് വരും. നമുക്ക് ഈ ഐ വെച്ച് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു ഐ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇസഡ് മൈനസ് ഇ റേസ് ടു പ്ലസ് ഇസഡ് ഡിവൈഡഡ് ബൈ 2i സ്ക്വയർ. 2i സ്ക്വയർ എന്ന് പറയുന്നത് -1 വരും. അപ്പം ഐ ഇൻറ്റു മൈനസ് അകത്തോട്ട് കയറ്റുമ്പം ഈ മൈനസ് ഇ റേസ് ടു മൈനസ് ഇസഡ് പ്ലസ് ഇ റേസ് ടു ഇസഡ് ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അല്ലെങ്കിൽ അതെന്താ, ഇ റേസ് ടു ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഇസഡ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഐ. ഇനി ഇ റേസ് ടു ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഇസഡ് ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് നമ്മുടെ സൈൻ എച്ച് ഇസഡാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു സൈൻ എച്ച് ഇസഡ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റിലേഷൻ നമ്മുടെ കോസ് എച്ചും കോസും സൈൻ എച്ചും സൈനും തമ്മിലുള്ള റിലേഷൻ കിട്ടി. കോസ് എച്ച് ഓഫ് ഐ ഇസഡ് എന്ന് പറയുന്നത് കോസ് ഇസഡ് ആണ്, കോസ് ഓഫ് ഐ ഇസഡ് എന്ന് പറയുന്നത് കോസ് എച്ച് ഇസഡ് ആണ്. സൈൻ എച്ച് ഓഫ് ഐ ഇസഡ് എന്ന് പറയുന്നത് ഐ സൈൻ ഇസഡ് ആണ്, സൈൻ ഐ ഇസഡ് എന്ന് പറയുന്നത് ഐ സൈൻ എച്ച് ഇസഡ് ആണ്. ഇനി നമുക്ക് ബാക്കി ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ കൂടെ ഡെറിവേറ്റീവ്സ് എഴുതണം. ഡെറിവേറ്റീവ്സ് നമ്മൾ ആദ്യത്തെ രണ്ടെണ്ണത്തിന് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെറിവേറ്റീവ്സ് ടാൻ എച്ച് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ടാൻ എച്ച് ഇസഡ് എന്ന് പറയുന്നത് സി എച്ച് സ്ക്വയർ ഇസഡാണ്. കോട്ട് എച്ച് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് കൊസീക് എച്ച് സ്ക്വയർ. പിന്നെ സീക്ക് എച്ച് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സീക്ക് എച്ച് ഇസഡ് ടാൻ എച്ച് ഇസഡ്. കൊസീക്ക് എച്ച് ഇസഡിൻ്റേത് മൈനസ് കൊസീക്ക് എച്ച് ഇസഡ് കോട്ട് എച്ച് ഇസഡ് വരും. അത് നമുക്ക് സിമിലറായിട്ട് പ്രൂവ് ചെയ്യാനുള്ളതേ ഉള്ളൂ. ടാൻ എച്ച് ഇസഡ് എന്ന് പറയുന്നത് സൈൻ എച്ച് ഇസഡ് ബൈ കോസ് എച്ച് ഇസഡാണ്. അപ്പം ടാൻ എച്ച് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. കോസ് എച്ച് ഇസഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എച്ച് ഇസഡ് മൈനസ് സൈൻ എച്ച് ഇസഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എച്ച് ഇസഡ് ഡിവൈഡഡ് ബൈ കോസ് എച്ച് സ്ക്വയർ ഇസഡ് ഈക്വൽ ടു കോസ് എച്ച് ഇസഡ്, സൈൻ എച്ച് ഇസഡിൻ്റെത് കോസ് എച്ച് ഇസഡാണ്, മൈനസ് സൈൻ എച്ച് ഇസഡ് ഇൻറ്റു സൈൻ എച്ച് ഇസഡ് ഡിവൈഡഡ് ബൈ കോസ് എച്ച് സ്ക്വയർ ഇസഡ് എന്ന് വരും. അപ്പോൾ അത് കോസ് എച്ച് സ്ക്വയർ ഇസഡ് മൈനസ് സൈൻ എച്ച് സ്ക്വയർ ഇസഡ് ഡിവൈഡഡ് ബൈ കോസ് എച്ച് സ്ക്വയർ ഇസഡാണ്. ഇനി കോസ് എച്ച് സ്ക്വയർ മൈനസ് സൈൻ എച്ച് സ്ക്വയർ അത് നമ്മൾ ഓൾറെഡി നമുക്കറിയാവുന്ന ഒരു റിസൾട്ടാണ്. അത് കോസ് എച്ച് സ്ക്വയർ മൈനസ് സൈൻ എച്ച് സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. അത് 1 ഡിവൈഡഡ് ബൈ കോസ് എച്ച് സ്ക്വയർ ഇസഡ് വിച്ച് ഈസ് ഈക്വൽ ടു സീക്ക് എച്ച് സ്ക്വയർ ഇസഡ് എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തേത് കിട്ടി. ഇതേപോലെ സിമിലറായിട്ട് ബാക്കിയുള്ളത് പ്രൂവ് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. കോട്ട് എച്ച് ഇസഡ് ഇസ് ഈക്വൽ ടു കോസ് എച്ച് ഇസഡ് ബൈ സൈൻ എച്ച് ഇസഡ്.
അപ്പം കോട്ട് എച്ച് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സൈൻ എച്ച് ഇസഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എച്ച് ഇസഡ് സൈൻ എച്ച് ഇസഡ് മൈനസ് കോസ് എച്ച് ഇസഡ് ഇൻറ്റു സൈനിൻ്റേത് കോസ് എച്ച് ഇസഡ് ഡിവൈഡഡ് ബൈ സൈൻ എച്ച് സ്ക്വയർ ഇസഡ് എന്ന് വരും. അപ്പോൾ അത് സൈൻ എച്ച് സ്ക്വയർ ഇസഡ് മൈനസ് കോസ് എച്ച് സ്ക്വയർ ഇസഡ് ഡിവൈഡഡ് ബൈ സൈൻ എച്ച് സ്ക്വയർ ഇസഡ് എന്ന് വരും. ഇതിനെ നമുക്ക് മൈനസ് ഓഫ് കോസ് എച്ച് സ്ക്വയർ ഇസഡ് മൈനസ് സൈൻ എച്ച് സ്ക്വയർ ഇസഡ് എന്ന് എഴുതാമല്ലോ. ഡിവൈഡഡ് ബൈ സൈൻ എച്ച് സ്ക്വയർ ഇസഡ് വരും. അപ്പം കോസ് എച്ച് സ്ക്വയർ മൈനസ് സൈൻ എച്ച് സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ മൈനസ് 1 ബൈ സൈൻ എച്ച് സ്ക്വയർ ഇസഡ് എന്ന് പറയുന്നത് മൈനസ് കൊസീക് എച്ച് സ്ക്വയർ ഇസഡ് എന്ന് വരും. ഇനി സീക്ക് എച്ച് ഇസഡിൻ്റേത് സീക്കിനെ നമുക്ക് 1 ബൈ കോസ് എച്ച് ഇസഡ് എഴുതാം. ഡെറിവേറ്റീവ് എടുക്കുമ്പം 0 മൈനസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എച്ച് ഇസഡ് സൈൻ എച്ച് ഇസഡ് ഡിവൈഡഡ് ബൈ കോസ് എച്ച് സ്ക്വയർ ഇസഡ്. അപ്പം നമുക്കതിനെ മൈനസ് സൈൻ എച്ച് ഇസഡ് ബൈ കോസ് എച്ച് ഇസഡ് ഇൻറ്റു 1 ബൈ കോസ് എച്ച് ഇസഡ് എഴുതാം. അപ്പോൾ അത് മൈനസ് ടാൻ എച്ച് ഇസഡ് സീക്ക് എച്ച് ഇസഡ് എന്ന് വരും. അപ്പോൾ ഇവിടെ മൈനസ് ഉണ്ടെന്നുള്ളത് ഓർത്തോണം. നമുക്ക് സീക്ക് എച്ച് ഇസഡിന് കോട്ട് എച്ച് ഇസഡിനും മൈനസ് ടേം ഉണ്ട്. അത് കൃത്യം ശ്രദ്ധിക്കണം. നമ്മൾ ട്രിഗ്നോമെട്രിക്കകത്ത് ടാനിനും സീക്കിനും നെഗറ്റീവ് ഇല്ല. പക്ഷേ ഹൈപ്പർബോളിക്കിൻ്റെ അകത്ത് സീക്ക് എച്ച് ഇസഡ് നെഗറ്റീവാണെന്നുള്ളത് ഓർത്തോണം. ട്രിഗ്നോമെട്രിക്കകത്ത് പോസിറ്റീവാണ്, പക്ഷേ ഹൈപ്പർബോളിക്കിൻ്റെ അകത്ത് അത് നെഗറ്റീവാണ്. ഒരെണ്ണം കൂടിയുണ്ട്, കൊസീക്ക് എച്ച് ഇസഡ്. അതെന്ന് പറയുന്നത് 1 ബൈ സൈൻ എച്ച് ഇസഡാണ്. അപ്പം കൊസീക്ക് എച്ച് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പം 0 മൈനസ് 1 ഇൻറ്റു കോസ് എച്ച് ഇസഡ് ഡിവൈഡഡ് ബൈ സൈൻ എച്ച് സ്ക്വയർ ഇസഡ്. അപ്പോൾ നമുക്കതിനെ മൈനസ് കോസ് എച്ച് ഇസഡ് ബൈ സൈൻ എച്ച് ഇസഡ് ബൈ 1 ബൈ സൈൻ എച്ച് ഇസഡ് എന്ന് എഴുതാം. അപ്പോൾ അത് മൈനസ് കോട്ട് എച്ച് ഇസഡ് ഇൻറ്റു കൊസീക്ക് എച്ച് ഇസഡ് എന്ന് വരും. ഇനി വരുന്നത് കുറച്ച് ഐഡൻറ്റിറ്റീസാണ്. മുമ്പത്തെ പോലെ തന്നെ നമുക്ക് ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് പോലെ തന്നെ ഹൈപ്പർബോളിക് ഐഡൻറ്റിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ റിയലി പഠിച്ച ഐഡൻറ്റിറ്റീസ് എല്ലാം കോംപ്ലക്സിലും ഉണ്ട്. അപ്പം ഹൈപ്പർബോളിക് ഐഡൻറ്റിറ്റീസ് first one, cos hz is equal to cos hx cos y plus I sin hx sin y. Second one, sin hz is equal to sin hx cos y plus I cos hx sin y. Cos h of z1 plus z2 is equal to cos h z1 into cos h z2 plus sin h z1 sin h z2. Sin h of z1 plus z2 is equal to sin h z1 cos h z2 plus cos h z1 sin h z2. അടുത്തത് cos h സ്ക്വയർ z അത് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ളതാണ് is equal to 1. cos h സ്ക്വയർ z plus sin h സ്ക്വയർ z is equal to cos h 2z. Sin h of minus z is equal to minus sin hz. Cos h of minus z equal to cos hz. Modulus of sin hz square is equal to sin h square x plus sin square y. Cos
എച്ച് ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സൈൻ എച്ച് സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ വൈ. അപ്പം നമുക്ക് നേരത്തെ പോലെ തന്നെ ഇതിൻ്റെ കുറച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു എല്ലാ റിസൾട്ടുകളും ഒന്നും നമ്മളിവിടെ എഴുതിയിട്ടില്ല. എഴുതിയ റിസൾട്ടിൻ്റെ മാത്രം നമ്മൾ കുറച്ചെണ്ണത്തിൻ്റെ പ്രൂഫ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതുപോലെ. അപ്പം നമ്മൾ ഈ ഒരു പാറ്റേൺ അങ്ങ് ഫോളോ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഇവിടെ. നമുക്ക് ഫസ്റ്റ് നോക്കാം. നമുക്ക് വേണ്ടത് കോസ് എച്ച് ഇസഡ് ഇസ് ഈക്വൽ ടു കോസ് എച്ച് എക്സ് കോസ് വൈ പ്ലസ് ഐ സൈൻ എച്ച് എക്സ് സൈൻ വൈ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഇവിടെ രണ്ട് റിസൾട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. കോസ് ഐ ഇസഡ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ്. കോസ് ഐ ഇസഡ് എന്ന് പറയുന്നത് നമ്മുടെ കോസ് എച്ച് ഇസഡ് ആണ്. നമുക്ക് കോസ് എച്ച് ഇസഡ് ഈക്വൽ ടു കോസ് എച്ച് എക്സ് കോസ് വൈ പ്ലസ് ഐ സൈൻ എച്ച് എക്സ് സൈൻ വൈ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമുക്കറിയാവുന്നൊരു റിസൾട്ട് കോസ് ഐ ഇസഡ് എന്ന് പറയുന്നത് കോസ് എച്ച് ഇസഡ് ആണ്. അപ്പം കോസ് എച്ച് ഇസഡ് ഇസ് ഈക്വൽ ടു കോസ് ഐ ഇസഡ് നമുക്ക് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു കോസ് ഓഫ് ഐ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതാൻ മേലെ. കോസ് ഐ ഇസഡ് എന്ന് പറയുന്നത് കോസ് ഐ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു കോസ് ഐ എക്സ് മൈനസ് വൈ എന്ന് വരും അല്ലേ. ഐ എക്സ് മൈനസ് ഐ സ്ക്വയർ വൈ ആണ്. ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1. അപ്പോൾ കോസ് ഐ എക്സ് നമ്മൾ കോസ് എ മൈനസ് ബിയുടെ ഫോമുല അപ്ലൈ ചെയ്യുമ്പം കോസ് ഐ എക്സ് കോസ് വൈ പ്ലസ് സൈൻ ഐ എക്സ് സൈൻ വൈ എന്ന് വരും നമ്മുടെ കോസ് എ മൈനസ് ബിയുടെ ഫോമുല. അപ്പോൾ കോസ് ഐ എക്സ് നമുക്കറിയാവുന്ന റിസൾട്ടാണ്. നേരത്തെ നമ്മൾ റിയൽ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ്റെ കേസിൽ പഠിച്ചതാണ്. കോസ് ഐ എക്സ് എന്ന് പറയുന്നത് കോസ് എച്ച് എക്സ് ആണ്. ഇത് കോസ് വൈ വരും പ്ലസ് സൈൻ ഐ എക്സ് എന്ന് പറയുന്നത് ഐ സൈൻ എച്ച് എക്സ് ആണ് ഇൻറ്റു സൈൻ വൈ. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. നമ്മൾ യൂസ് ചെയ്ത് കോസ് എച്ച് ഇസഡ് ഈക്വൽ ടു കോസ് ഐ ഇസഡ് എന്നുള്ള റിസൾട്ട് യൂസ് ചെയ്തിട്ട് ഇസഡിന് എക്സ് പ്ലസ് ഐ വൈ കൊടുത്തു. ഇനി സിമിലർ ആയിട്ടാണ് സെക്കൻഡ് ചെയ്യുന്നത്. സൈൻ എച്ച് ഇസഡ് ഇസ് ഈക്വൽ ടു സൈൻ എച്ച് എക്സ് കോസ് വൈ പ്ലസ് ഐ കോസ് എച്ച് എക്സ് സൈൻ വൈ എന്ന് വരും. നമുക്ക് അവിടെ യൂസ് ചെയ്യുന്നത് സൈൻ എച്ച് ഇസഡിന് പകരം നമുക്ക് എന്താ കൊടുക്കാവുന്നത്? സൈൻ എച്ച് ഇസഡ് എന്ന് പറയുന്നത് സൈൻ ഐ ഇസഡ് ബൈ ഐ അല്ലേ വരുന്നത്, അല്ലെങ്കിൽ ഒരു ഇങ്ങനെ എഴുതാം ഐ സൈൻ എച്ച് ഇസഡ് ഇസ് ഈക്വൽ ടു സൈൻ ഐ ഇസഡ് അല്ലേ. ഐ സൈൻ എച്ച് ഇസഡ് എന്ന് പറയുന്നത് സൈൻ ഐ ഇസഡ്. അപ്പോൾ സൈൻ ഐ ഇസഡ് നമ്മൾ നോക്കുവാണെങ്കിൽ സൈൻ ഐ ഇസഡ് എന്ന് പറയുന്നത് സൈൻ ഐ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ അല്ലേ. സൈൻ ഐ ഇസഡ് എന്ന് പറയുന്നത് സൈൻ ഐ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ. അപ്പോൾ നമുക്കതിനെ സൈൻ ഐ എക്സ് പ്ലസ് ഐ സ്ക്വയർ വൈ അല്ലെങ്കിൽ അത് സൈൻ ഐ എക്സ് മൈനസ് വൈ എന്ന് വരും. ഇനി സൈൻ ഐ എക്സ് മൈനസ് വൈയെ നമുക്ക് സൈൻ ഐ എക്സ് കോസ് വൈ മൈനസ് കോസ് ഐ എക്സ് സൈൻ വൈ എന്ന് പറയും. കോസ് എ മൈനസ് ബിയുടെ ഫോമുല. ഇനി സൈൻ ഐ എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സൈൻ ഐ എക്സ് എന്ന് പറയുന്നത് ഐ സൈൻ എച്ച് എക്സ് ആണ് കോസ് വൈ മൈനസ് കോസ് ഐ എക്സ് എന്ന് പറയുന്നത് കോസ് എച്ച് എക്സ് ആണ്. കോസ് ഐ എക്സ് കോസ് എച്ച് എക്സ് ഇത് സൈൻ വൈ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത റിസൾട്ടുകൾ സൈഡിൽ എഴുതാം. സൈൻ ഐ എക്സ് എന്ന് പറയുന്നത് ഐ സൈൻ എച്ച് എക്സ്, കോസ് ഐ എക്സ് എന്ന് പറയുന്നത് കോസ് എച്ച് എക്സ് വൈ. അപ്പോൾ സൈൻ ഐ എക്സ് ഐ സൈൻ എച്ച് എക്സ് ആയി മാറി. കോസ് ഐ എക്സ് എന്ന് പറയുന്നത് കോസ് എച്ച് എക്സ് ആയി. ഇത് സൈൻ ഐ ഇസഡ് ആണ്. ഇനി നമുക്ക് സൈൻ ഐ ഇസഡ് ഇസ് ഈക്വൽ ടു ഐ സൈൻ എച്ച് ഇസഡ് ആണ്. ആ ഒരു റിസൾട്ടിൽ നിന്ന് സൈൻ എച്ച് ഇസഡ് ഇസ് ഈക്വൽ ടു 1/i സൈൻ ഐ ഇസഡ് എന്ന് പറയാമല്ലോ. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/i ഐ സൈൻ എച്ച് എക്സ് കോസ് വൈ മൈനസ് കോസ് എച്ച് എക്സ് സൈൻ വൈ എന്ന് വരും. ഇനി നമുക്ക് ഐ കട്ട് ചെയ്ത് കളയാൻ വേണ്ടി നമുക്ക്
സൈൻ എച്ച് എക്സ് കോസ് വൈ മൈനസ് ഐയും ക്യാൻസൽ വരും. ഇവിടെ മൈനസ് ഐയെ നമുക്ക് പ്ലസ് ഐ സ്ക്വയർ ആണെന്ന് എഴുതാലോ. പ്ലസ് ഐ സ്ക്വയർ ബൈ ഐ കോസ് എച്ച് എക്സ് സൈൻ വൈ. അപ്പോൾ നമുക്കത് പ്ലസ് ആയിട്ട് കിട്ടും. സൈൻ എച്ച് എക്സ് കോസ് വൈ പ്ലസ് ഐ കോസ് എച്ച് എക്സ് സൈൻ വൈ. നമുക്ക് വേണ്ട റിസൾട്ടായി. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് സൈൻ ഐ ഇസഡ് ഇസ് ഈക്വൽ ടു ഐ സൈൻ എച്ച് ഇസഡ്. അപ്പോൾ സൈൻ ഐ ഇസഡ് കണ്ടുപിടിച്ചിട്ട് സൈൻ എച്ച് ഇസഡ് കിട്ടാൻ വേണ്ടി 1/y വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ ഈ മൈനസ് കളയാൻ വേണ്ടി നമ്മൾ അതിനെ പ്ലസ് ഐ സ്ക്വയർ വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ ഐ നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് വേണ്ട റിസൾട്ട് കിട്ടും. അടുത്തത് cos h of z1 plus z2 is equal to cos h z1 cos h z2 plus sin h z1 sin h z2. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്കറിയാവുന്ന റിസൾട്ട് നമ്മൾ യൂസ് ചെയ്യുക. കോസ് z1 പ്ലസ് z2 അത് നമ്മൾ ഓൾറെഡി ട്രിഗ്നോമെട്രിയുടെ ഭാഷയിൽ ചെയ്തതാണ്. അത് കോസ് z1 കോസ് z2 മൈനസ് സൈൻ z1 സൈൻ z2 ആണ്. ഇനി z1ന് പകരം ഐ z1ഉം z2ന് പകരം ഐ z2ഉം വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യാം. റീപ്ലേസിങ് z1 ബൈ ഐ z1 ആൻഡ് z2 ബൈ ഐ z2. z1 പ്ലസ് z2ൻ്റെ ഫോമുല നമുക്ക് കോസ് z1 കോസ് z2 പ്ലസ് സൈൻ മൈനസ് സൈൻ z1 സൈൻ z2 ആണെന്നറിയാം. അതിൻ്റെ അകത്ത് നമ്മൾ z1ന് പകരം ഐ z1ഉം z2ന് പകരം ഐ z2ഉം കൊടുക്കുമ്പം നമുക്ക് കോസ് ഐ z1 പ്ലസ് ഐ z2 ഈസ് ഈക്വൽ ടു കോസ് ഐ z1 കോസ് ഐ z2 മൈനസ് സൈൻ ഐ z1 സൈൻ ഐ z2 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് കോസ് ഓഫ് ഐ ഇൻറ്റു z1 പ്ലസ് z2 എന്ന് എഴുതാമല്ലോ. അതിനെ ഈസ് ഈക്വൽ ടു കോസ് ഐ z1 കോസ് ഐ z2 മൈനസ് സൈൻ ഐ z1 സൈൻ ഐ z2. ഇനി കോസ് ഐ z1 പ്ലസ് z2 ആണ്. അതിന് നമുക്ക് നമ്മൾ അറിയാവുന്ന റിസൾട്ടാണ്. കോസ് ഐ z എന്ന് പറയുന്നത് കോസ് എച്ച് z ആണ്. സൈൻ കോസ് ഐ സെഡിൻ്റെ കേസിൽ ആ റിസൾട്ടുണ്ട്. സൈൻ ഐ സെഡ് എന്ന് പറഞ്ഞാൽ അത് ഐ സൈൻ എച്ച് സെഡാണ്. ഈ റിസൾട്ട് നമ്മളിവിടെ കൊടുക്കുമ്പം കോസ് എച്ച് z1 പ്ലസ് z2 ഈസ് ഈക്വൽ ടു കോസ് എച്ച് z1 കോസ് എച്ച് z2 മൈനസ് സൈൻ ഐ z1 എന്ന് പറയുമ്പോൾ ഐ സൈൻ എച്ച് z1 ഐ സൈൻ എച്ച് z2 എന്ന് എഴുതാല്ല. സൈൻ ഐ z1ന് ഐ സൈൻ എച്ച് z1 സൈൻ ഐ z2ന് ഐ സൈൻ എച്ച് z2 എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു കോസ് എച്ച് z1 കോസ് എച്ച് z2 മൈനസ് ഐ സ്ക്വയർ സൈൻ എച്ച് z1 സൈൻ എച്ച് z2 എന്ന് വരും. അപ്പോൾ അത് പ്ലസ് ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1. അപ്പം കോസ് എച്ച് z1 കോസ് എച്ച് z2 പ്ലസ് സൈൻ എച്ച് z1 സൈൻ എച്ച് z2 എന്ന് വരും. നമുക്കതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. കോസ് എച്ച് z1 പ്ലസ് z2 എന്ന് പറയുന്നത് കോസ് എച്ച് z1 കോസ് എച്ച് z2 പ്ലസ് സൈൻ എച്ച് z1 സൈൻ എച്ച് z2. അത് നമുക്ക് കിട്ടി. സിമിലറാണ് സൈൻ്റെ കേസിൽ വരുന്നത്. സൈൻ എച്ച് ഓഫ് z1 പ്ലസ് z2 ഇസ് ഈക്വൽ ടു സൈൻ എച്ച് z1 കോസ് എച്ച് z2 പ്ലസ് കോസ് എച്ച് z1 സൈൻ എച്ച് z2. അപ്പോൾ നമ്മൾ വി നോ ദാറ്റ് സൈൻ ഓഫ് z1 പ്ലസ് z2 ഈസ് ഈക്വൽ ടു സൈൻ z1 കോസ് z2 പ്ലസ് കോസ് z1 സൈൻ z2 ആണ്. ഇനി റീപ്ലേസിങ് മുമ്പത്തെ പോലെ തന്നെ റീപ്ലേസിങ് z1 ബൈ ഐ z1 and z2 by I z2. Sin of I z1 plus I z2 is equal to sin of I z1 cos of I z2 plus cos of I z1 sin of I z2 എന്ന് വരും. ഇനി ഇവിടെ നമുക്ക് I കോമൺ ആയിട്ട് എടുത്താൽ sin I ഇൻറ്റു z1 പ്ലസ് z2 ആണത്.
is equal to sin I z1 cos I z2 plus cos I z1 sin I z2 എന്ന് കിട്ടും. ഇനി സൈൻ ഓഫ് z1 സൈൻ ഓഫ് ഐ z എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഐ സൈൻ എച്ച് z. അപ്പോൾ നമുക്കതിനെ ഐ സൈൻ എച്ച് z1 പ്ലസ് z2 എന്ന് എടുക്കാം. സൈൻ ഐ z1 പ്ലസ് z2നെ നമുക്ക് ഐ സൈൻ ഐ z എന്ന് പറയുന്നത് ഐ സൈൻ എച്ച് z ഈസ് ഈക്വൽ ടു ഐ സൈൻ എച്ച് z1 കോസ് ഐ z കോസ് എച്ച് z തന്നെ കോസ് എച്ച് z പ്ലസ് കോസ് എച്ച് z ഇൻറ്റു ഐ സൈൻ എച്ച് z2. ഇവിടെ z1 ഇവിടെ z2 ആണ് കോസ്. അപ്പോൾ ഇവിടെ സൈൻ ആയതുകൊണ്ട് ഐ സൈൻ എച്ച് z. കോസിന് കോസ് എച്ച് തന്നെ, ഇവിടെയും കോസിന് സൈനിന് പക്ഷേ ഐ സൈൻ എച്ച് z വരും. അപ്പോൾ ഇവിടെ ഒരു ഐ ഉണ്ട്, ഇവിടെ ഒരു ഐ ഉണ്ട്, ഇവിടെ ഒരു ഐ ഉണ്ട്. ഈ ഐ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈൻ എച്ച് z1 പ്ലസ് z2 ഈസ് ഈക്വൽ ടു സൈൻ എച്ച് z1 കോസ് എച്ച് z2 പ്ലസ് കോസ് എച്ച് z1 സൈൻ എച്ച് z2. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. അടുത്തത് കോസ് എച്ച് സ്ക്വയർ z മൈനസ് സൈൻ എച്ച് സ്ക്വയർ z ഈക്വൽ ടു 1. നമുക്കറിയാവുന്ന റിസൾട്ട് എന്താ? കോസ് സ്ക്വയർ z പ്ലസ് സൈൻ സ്ക്വയർ z ഈക്വൽ ടു 1. റീപ്ലേസിങ് നമ്മൾ അതിൻ്റെ അകത്ത് z ബൈ ഐ z റീപ്ലേസ് ചെയ്താൽ കോസ് സ്ക്വയർ ഐ z പ്ലസ് സൈൻ സ്ക്വയർ ഐ z ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. ഇനി കോസ് ഐ z എന്ന് പറയുന്നത് കോസ് എച്ച് സ്ക്വയർ z പ്ലസ് സൈൻ ഐ z എന്ന് പറയുന്നത് ഐ സൈൻ എച്ച് z സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. അപ്പോൾ അതെന്താ? കോസ് എച്ച് സ്ക്വയർ z പ്ലസ് ഐ സ്ക്വയർ സൈൻ എച്ച് സ്ക്വയർ z ഈക്വൽ ടു 1. അപ്പോൾ അത് കോസ് എച്ച് സ്ക്വയർ z മൈനസ് സൈൻ എച്ച് സ്ക്വയർ z ഈക്വൽ ടു 1. കോസ് ഐ z കോസ് എച്ച് z തന്നെ, സൈൻ ഐ z പക്ഷേ ഐ സൈൻ എച്ച് z. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ ഐ സ്ക്വയർ വരും. ഐ സ്ക്വയർ മൈനസ് 1 ആണ്. ഇത് കോസ് എച്ച് സ്ക്വയർ z പ്ലസ് സൈൻ എച്ച് സ്ക്വയർ z ഈക്വൽ ടു കോസ് എച്ച് 2 z. അപ്പം നമ്മൾ ട്രിഗ്നോമെട്രിക്കകത്ത് നമ്മൾ പഠിച്ചതാണ് കോസ് സ്ക്വയർ z മൈനസ് സൈൻ സ്ക്വയർ z ഇസ് ഈക്വൽ ടു കോസ് 2 z. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം പ്രൂവ് ചെയ്തതാണ്. കോസ് സ്ക്വയർ z മൈനസ് സൈൻ സ്ക്വയർ z എന്ന് പറഞ്ഞാൽ കോസ് 2 z എന്ന് പ്രൂവ് ചെയ്തതാണ്. അപ്പം കോസ് സ്ക്വയർ z പകരം മുമ്പത്തെ പോലെ തന്നെ റീപ്ലേസിങ് ഐ ബൈ z ബൈ ഐ z കോസ് ഐ z സ്ക്വയർ മൈനസ് സൈൻ ഐ z സ്ക്വയർ ഇസ് ഈക്വൽ ടു കോസ് 2 ഐ z. കോസ് ഐ 2 z വരും. കോസ് ഐ z എന്ന് പറയുന്നത് കോസ് എച്ച് z സ്ക്വയർ മൈനസ് ഐ സൈൻ എച്ച് z സൈൻ ഐ z ഐ സൈൻ എച്ച് z വരും ഇസ് ഈക്വൽ ടു കോസ് എച്ച് 2 z. അപ്പോൾ എന്താ? കോസ് എച്ച് സ്ക്വയർ z മൈനസ് ഐ സ്ക്വയർ സൈൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ പ്ലസ് സൈൻ എച്ച് സ്ക്വയർ z ഇസ് ഈക്വൽ ടു കോസ് എച്ച് 2 z എന്ന് കിട്ടും. മൈനസ് ഐ സ്ക്വയർ ആവാം പ്ലസ് 1 വരും. ഇതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. അടുത്തത് സൈൻ എച്ച് ഓഫ് മൈനസ് z. സൈൻ എച്ച് ഓഫ് മൈനസ് z എന്ന് പറയുമ്പം സൈൻ എച്ച് ഓഫ് z നമുക്ക് ഫോർമുല നമ്മൾ എഴുതിയേക്കുന്നത് എന്താണ്? സൈൻ എച്ച് ഓഫ് z എന്ന് പറയുമ്പം ഇ റേസ് ടു z മൈനസ് ഇ റേസ് ടു മൈനസ് z ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് z മൈനസ് ഇ റേസ് ടു മൈനസ് മൈനസ് z ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ അത് ഇ റേസ് ടു മൈനസ് z മൈനസ് ഇ റേസ് ടു z ബൈ 2. മൈനസ് നമ്മൾ പുറത്തെടുത്താൽ അത് ഇ റേസ് ടു z മൈനസ് ഇ റേസ് ടു മൈനസ് z ബൈ 2. സോ അത് മൈനസ് സൈൻ എച്ച് z ആണ്. അടുത്തത് കോസ് എച്ച് ഓഫ് മൈനസ് z ആണ്. കോസ് എച്ച് ഓഫ് മൈനസ് z ഇ റേസ് ടു മൈനസ് z പ്ലസ് ഇ റേസ് ടു മൈനസ് ഓഫ് മൈനസ് z പ്ലസ് z ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അതെന്ന് പറയുന്നത് എന്താണ്? അത് കോസ് എച്ച് z തന്നെയാണ്. ഇനി 9th റിസൾട്ട് മോഡുലസ് ഓഫ് സൈൻ എച്ച് z സ്ക്വയർ
is equal to sin h square x plus sin square y ആണ്. അപ്പോൾ നമ്മൾ sin h z ഇപ്പോൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. സെക്കൻഡ് റിസൾട്ടിൽ നിന്ന് sin h z എന്ന് പറയുന്നത് sin h x cos y പ്ലസ് I cos h x sin y ആണ്. അപ്പം മോഡുലസ് എടുക്കുമ്പം sin h z സ്ക്വയർ ഇസ് ഈക്വൽ ടു sin h സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ വൈ പ്ലസ് കോസ് h സ്ക്വയർ എക്സ് സൈൻ സ്ക്വയർ വൈ. അപ്പോൾ നമുക്ക് ആൻസർ വേണ്ടത് sin h സ്ക്വയറിൻ്റെയും സൈൻ സ്ക്വയർ വൈയുടെയും ടേംസിലാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്നിനെ റീപ്ലേസ് ചെയ്യാം. sin h സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ വൈക്ക് പകരം നമ്മൾ 1 മൈനസ് സൈൻ സ്ക്വയർ വൈ കൊടുക്കാം പ്ലസ് കോസ് h സ്ക്വയർ എക്സ് സൈൻ സ്ക്വയർ വൈ. അപ്പോൾ അത് sin h സ്ക്വയർ എക്സ് മൈനസ് sin h സ്ക്വയർ എക്സ് സൈൻ സ്ക്വയർ വൈ പ്ലസ് കോസ് h സ്ക്വയർ എക്സ് സൈൻ സ്ക്വയർ വൈ എന്ന് വരും. നമ്മൾ sin h സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ വൈ എടുക്കുവാണെങ്കിൽ അത് കോസ് h സ്ക്വയർ എക്സ് മൈനസ് സൈൻ h സ്ക്വയർ എക്സ് എന്ന് വരികയല്ലേ. നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തതേ ഉള്ളൂ. കോസ് എക്സ് സ്ക്വയർ മൈനസ് സൈൻ എക്സ് സ്ക്വയർ 1 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു സൈൻ h സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ വൈ. റീസൺ എന്താണ്? കോസ് h സ്ക്വയർ എക്സ് മൈനസ് സൈൻ h സ്ക്വയർ എക്സ് 1 ആയതുകൊണ്ട്. അങ്ങനെ കിട്ടി. ഇനി ലാസ്റ്റ് റിസൾട്ട് മോഡുലസ് ഓഫ് കോസ് h z സ്ക്വയർ is equal to sin h സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ വൈ. അപ്പം നമ്മൾ കോസ് h z എന്താണെന്ന് പ്രൂവ് ചെയ്തായിരുന്നു. കോസ് h z എന്ന് പറയുന്നത് കോസ് h x കോസ് വൈ പ്ലസ് I സൈൻ h x സൈൻ വൈ ആണ്. അപ്പം അതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ കോസ് h സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ വൈ പ്ലസ് സൈൻ h സ്ക്വയർ എക്സ് സൈൻ സ്ക്വയർ വൈ. നമുക്ക് വേണ്ടത് കോസ് സ്ക്വയറിൻ്റെയും സൈൻ h സ്ക്വയറിൻ്റെയും ടേംസ്. അപ്പം കോസ് h സ്ക്വയറിനെ നമുക്ക് 1 കോസ് h സ്ക്വയർ മൈനസ് സൈൻ എക്സ് സ്ക്വയർ ആണ് 1. അപ്പോൾ അത് 1 പ്ലസ് സൈൻ h സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ വൈ പ്ലസ് സൈൻ h സ്ക്വയർ എക്സ് സൈൻ സ്ക്വയർ വൈ എന്ന് കിട്ടും. അപ്പോൾ അത് കോസ് സ്ക്വയർ വൈ പ്ലസ് സൈൻ h സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ വൈ പ്ലസ് സൈൻ h സ്ക്വയർ എക്സ് സൈൻ സ്ക്വയർ വൈ. അത് കോസ് സ്ക്വയർ വൈ പ്ലസ് സൈൻ h സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ വൈ പ്ലസ് സൈൻ സ്ക്വയർ വൈ. കോസ് സ്ക്വയർ വൈ പ്ലസ് സൈൻ h സ്ക്വയർ എക്സ് ഇൻറ്റു 1 ആണ്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് റിസൾട്ട് കിട്ടി. കോസ് സ്ക്വയർ വൈ പ്ലസ് സൈൻ h സ്ക്വയർ എക്സ്.